ഹലോ, വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇന്ന് നമ്മളൊരു ട്രിപ്പ് വീഡിയോ ആണ്. ലോങ്വുഡ് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് പെൻസിൽവേനിയയിലെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മളത് സെപ്റ്റംബർ ആദ്യം പോയ വീഡിയോ ആണ്. ഇപ്പൊ ഇവിടെ ഫോൾ വന്നു തുടങ്ങി. അത് കാരണം പൂക്കളൊക്കെ കുറവാണ്, കളറൊക്കെ മാറി തുടങ്ങി ഇലയുടെ. ഇത് US തന്നെ പ്രൊമനന്റ് ആയ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. 1000 ചില്ലാൻ ഏക്കറോളം ഉണ്ട് ഇതിന്റെ സ്ഥലം. ഇത് ആദ്യം ഒരു ഫാമിലിയുടെ ഫാമായിട്ട് തുടങ്ങിയിട്ട് പിന്നെ 20th സെഞ്ചുറി ആയപ്പം അതിനെ ഗാർഡൻ ആക്കി കൺവേർട്ട് ചെയ്തതാണ്. ഇവിടെ എല്ലാ കൊല്ലവും 1 മില്യണിലധികം വിസിറ്റേഴ്സ് വരുന്നതാണ് പറയുന്നത്. പോരാത്തതിന് ഇവിടെ 4600 ഓളം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സും ട്രീസും ഉണ്ട്. പല പല ചെറിയ ചെറിയ ഗാർഡനുകളായിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. എല്ലാ ചെടികളുടെയും പേരൊന്നും പറയാൻ നിൽക്കുന്നില്ല, ഭയങ്കര കൂടി പോകും നീളം വീഡിയോന്റെ. കോമൺ ആയിട്ട് കാണുന്ന ചെറിയ ചെടികൾ ഇത്തിരി വ്യത്യാസമുള്ളത് കണ്ടത് പറയാട്ടോ. ഏതായാലും അമ്മയ്ക്കും ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിറച്ച് ചെടി ഉണ്ടായിരുന്നു. ഓരോ സീസണിലും പല പല ടൈപ്പ് ചെടികളാണ് ഉണ്ടാവുക. ഇത് ഇയർ റൗണ്ട് ഓപ്പൺ ആണ്. എനിക്കൊന്ന് സ്പ്രിങ്ങിലൊക്കെ ഭയങ്കര ഒരു ഓർക്കിഡ് ഷോ ഒക്കെ ഉണ്ടാവലുണ്ട് ഇവിടെ. ഈ ഒരു സെക്ഷൻ ഒരു വാക്ക് വേ പോലെയാണ്. അപ്പുറവും അപ്പുറവും നിറച്ച് വലിയ ചെടികളൊക്കെ വെച്ചിട്ട്. ഇത് റെഡ് ഇങ്ങനെ സ്പൈക്ക് കാണുന്നത് സെലൂഷ്യ എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും എല്ലാം ഭയങ്കര കോമൺ ചെടിയാണ്. പക്ഷെ ഇത്രയും വലിയ പൂവ് നോർമലി നമ്മൾ കാണാനില്ല. ഈ സ്പൈക്കൊക്കെ ഇതിന്റെ പകുതി അല്ലെങ്കിൽ 1/4 ഉണ്ടാവുള്ളൂ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ. അതാണ് ഞങ്ങൾ കണ്ടൊരു പ്രത്യേകത. ഇതിപ്പം ഫോളില് ഡെക്കറേറ്റീവ് പെപ്പേഴ്സ് ആണ്, മുളക് തന്നെ. ഇത് എഡിബിൾ അല്ല, നോർമലി ഡെക്കറേഷന് വെക്കുന്നതാണ്. ഈ സമയത്ത് അവര് പുറത്തുനിന്ന് ചെടി കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ബാക്കിൽ മുഴുവനും കാണുന്നത് മെക്സിക്കൻ സൺഫ്ലവറും കുറെ മറ്റേ ഈടാമക്കി, നമ്മളെ നാട്ടിലെ കോളാമ്പി, ഇതൊക്കെ നിറച്ചുകൊണ്ട് ഈ ഏരിയയില്. ഈ ഒരു സൈഡ് പോളിനേറ്റർ ഗാർഡൻ കൂടിയാണ്. അതാണ് ഇത്രയും ഈടാമക്കി അല്ലെങ്കിൽ അരിപ്പൂ നിറച്ചുള്ളത്. നമ്മൾ ടിപ്പിക്കൽ കാണുന്ന മഞ്ഞയാണ്, അല്ലാതെ പ്രത്യേകത ഒന്നുമില്ല. ഈ കാണുന്ന ചമ്പ് മുഴുവൻ സാൽവിയ എന്ന് പറയും. ഇതും ഭയങ്കര പോളിനേറ്റർ അട്രാക്ടറാണ്. ഈ കാണുന്ന ചമ്പ് മുഴുവനും ബിഗോണിയ, നമ്മൾ സ്ഥിരം കാണുന്ന ബിഗോണിയ ആണ്. പക്ഷെ പൂവും ചെടിയും ഭയങ്കര വലുത്. ഇത് എന്ത് വളം ഇടുന്നതെന്ന് എനിക്കറിയില്ല. എവറിത്തിങ് ലുക്സ് ഡബിൾ ദ സൈസ് ഓഫ് നോർമൽ. ഈ ചട്ടി കാണുന്നത് ഏഞ്ചൽസ് ട്രംപറ്റ് അല്ലെങ്കിൽ ബ്രിഗ്മാൻസിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് ഇത്തിരി പോയിസണസ് ആണ്. ഈ ഏരിയയിൽ നമുക്ക് വിന്ററിൽ ഉള്ളിൽ കൊണ്ടുവരണം. എനിക്കിന്ന് കുറച്ചുകൂടി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഹാർഡിയാണെന്ന്. ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലാന്റ് കണ്ടത് ഈ പിക്ചർ പ്ലാന്റ് ആണ്. ഇതൊരു കാർണിവോറസ് പ്ലാന്റ് ആണ്. കാർണിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ പിക്ചർ പോലെ ഇരിക്കുന്ന ഇത് കണ്ടില്ലേ ഷേപ്പ്, അതിന്റെ ഉള്ളിൽ ഒരു ലിക്വിഡ് സെക്രീറ്റ് ചെയ്യും. അതാണ് ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇൻസെക്ട് കയറുമ്പം ആ മുകളിലത്തെ ഫ്ലാപ്പ് അത് അങ്ങ് അടച്ചു കളയും. ഇതാണ് പിക്ചർ പ്ലാന്റ്. ഇതിന്റെ പൂ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മളെ ഓർക്കിഡിന്റെ ഒരു ബന്ധു പോലെ ഇരിക്കും. പൂ കണ്ടു കഴിഞ്ഞാല് ഒരു ഫ്ലോറസൻ ഗ്രീൻ കളറാണ്. നിറച്ചുണ്ടായിരുന്നു ഇവിടെ ചട്ടിയിൽ വെച്ചേക്കുന്നത്. ഇവിടെ ഇതാണ് ഈ കാണുന്നതാണ് പൂവ് കേട്ടോ. ഇതിന് വെയിൽ കിട്ടുന്ന അനുസരിച്ച് ഇതിന്റെ കളർ കുറച്ചുകൂടി ഡീപ്പർ ആവുന്നുണ്ട്. ഈ വാക്കുവെല്ല ഹൈഡ്രാഞ്ചികളൊക്കെ സൈഡിൽ മുഴുവൻ ഹൈഡ്രാഞ്ചിയാണ്. അതിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞു. അതാണ് എല്ലാം കളർ മാറിയിരിക്കുന്നത്. ഇത് ഷെയ്ഡ് ലവിങ് ഏരിയ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആനബൽ എന്ന് പറഞ്ഞുള്ള നേറ്റീവ് ഹൈഡ്രാഞ്ചിയാണ്. ഈ ഒരു സൈഡിൽ ഒരു ലോണിൽ ഒരു ലൈറ്റ് ഇൻസ്റ്റലേഷനാണ്. ഈ കാണുന്ന മുഴുവൻ ലൈറ്റാണ്. ഇത് ഒരു ഇന്റർനാഷണലി റിനൗണ്ട് ആർട്ടിസ്റ്റ് ബ്രൂസ് മൺറോ എന്ന് പറയുന്ന ആളുടെ ഇൻസ്റ്റലേഷൻ ആണ്. ഇത് ഈ ഗാർഡന്റെ പല പല ഭാഗങ്ങളിലായിട്ട് പല ടൈപ്പ് ഇൻസ്റ്റലേഷൻ ഉണ്ട്. ഇത് ആക്ച്വലി നല്ലൊരു ഭംഗിയാണ്. നമ്മൾ സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ രാത്രി വന്നിരുന്നെങ്കിൽ ഇത് മുഴുവൻ പല കളറിൽ ലൈറ്റ് അപ്പ് ചെയ്യുമായിരുന്നു. ആ ഹോൾ മെഡോ മുഴുവൻ ഈ ലൈറ്റ്സ് ആണ് കേട്ടോ. ഇത് LED ലൈറ്റ്സ് ആണ്. നമുക്ക് കണക്ട് ചെയ്തേ കാണാം. ബാക്കിൽ ഒരു ട്രീ ഹൗസ് ഉണ്ട്. ശരിക്കും നല്ലൊരു ട്രീ ഹൗസ് ആണ് കേട്ടോ. അത് ഒരു നല്ല ഗ്ലാസ് വിൻഡോ ഒക്കെ വെച്ച് നല്ല ഫുൾ ഫ്ലെഷ് ട്രീ ഹൗസ് ആയിരുന്നു അത്. ഇപ്പുറത്തെ അവിടെ ഫോർമൽ ഗാർഡൻ ആണ്. ഇത് ഒരു ഇറ്റാലിയൻ ഗാർഡന്റെ റെപ്ലിക്ക പോലെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് ഇവിടെ പ്രീവിയസ് ഓണേഴ്സ്. അതാണ് ആ ഫോർമൽ ഫൗണ്ടന്റെ സ്ട്രക്ചറും ആ സിമെട്രിയും അങ്ങനത്തെ ഒരു ഡിസൈൻ. തിരിച്ച് നമ്മൾ ആ ഫ്ലവർ വാക്കിന്റെ വേറെ സൈഡിൽ എത്തിയതാണ് അതിന്റെ കണ്ടിന്യൂഷൻ. ഇത് മുഴുവൻ പോളിനേറ്റർ അട്രാക്ടേഴ്സ് ആണ്. ഈ ഒരു സൈഡ് മുഴുവൻ ബ്ലൂ ഫ്ലവേഴ്സ് ആണ്. അജറാൻഡം എന്ന് പറയുന്ന പൂവാണിത്. എൻ്റെ അടുത്തുണ്ട് നിറച്ച്. നന്നായിട്ട് പോളിനേറ്റർ അട്രാക്ടർ ആണ്. ഇത് മെക്സിക്കൻ പെറ്റ്യൂണിയ, നാട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചെടിയാണിത്. ഇത് കണ്ടോ, ഇവിടുത്തെ മോർണിംഗ് ഗ്ലോറി എന്ത് വലുതാ നോക്കി. എൻ്റെ കയ്യിന്റെ സൈസ് വെച്ച് നോക്കി കമ്പയർ ചെയ്യുകയാണെങ്കിൽ പൂവ് നോർമൽ കാണുന്ന മോർണിംഗ് ഗ്ലോറിയുടെ ഒരു 2 ഇരട്ടി ഉണ്ട് അല്ലേ. നമ്മൾ കൺസർവേറ്റീവിടെ ഉള്ളിൽ പോവാണ്. ട്രോപ്പിക്കൽ ചെടികൾ ഫുൾ ടൈം ഇയർ റൗണ്ട് ഉള്ള അതിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മ്യൂസിക്കൽ ഫൗണ്ടനും ഉണ്ടെന്നാണ് പറയുന്നത്. വൈകുന്നേരം ഇവിടെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്.
അപ്പോൾ നമുക്കത് പോയി കാണാം. ഇതാണ് ഗ്രീൻ ഹൗസിൻ്റെ എൻട്രൻസ്. നിറച്ച് വാഴ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ഹീറ്റഡ് ഗ്രീൻ ഹൗസസ് ആണ്. അതിൻ്റെ വിസ്താരം എത്രയാണെന്ന് വെച്ചാൽ 4.5 ഏക്കറാണ് കേട്ടോ ഇവിടുത്തെ ഹീറ്റഡ് ഗ്രീൻ ഹൗസ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ 20 ഇൻഡോർ ഗാർഡൻസ് ഉണ്ട്. കയറുമ്പോൾ തന്നെ ശരിക്കും ഒരു ട്രോപ്പിക്കൽ ഫീലാണ് കിട്ടുന്നത്. പിന്നെ അത് നേരെ എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ഹ്യൂജ് ക്രിസ്റ്റൽ ബോൾ പോലെ കാണുന്നല്ലേ, അതും ഒരു ലൈറ്റ് ഇൻസുലേഷൻ ആണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി അടുത്ത ക്ലോസപ്പ് ഞാൻ കാണിച്ചു തരാം. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമുണ്ട്, അത് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഗ്രീൻ ഹൗസ് വേറെ പ്രത്യേകത ഈ മുകളിൽ തൂക്കിയിട്ടേക്കുന്ന ഹാങ്ങിങ് ബാസ്ക്കറ്റ്സ് ആണ്. ഇത് കണ്ട ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, അമ്മയുടെ അടുത്തുള്ള സ്റ്റാഗ് ഹോൺ ഫേൺ ആണ്. അപ്പുറത്തൊക്കെ ഒരെണ്ണമൊക്കെയാണല്ലോ ഉണ്ടാവുക സാധാരണ. ഇവിടെ നോക്കി എന്തോരെണ്ണമാണ് ഒന്നിച്ച് ആ ഒരു പ്ലാന്ററിന് ചുറ്റും വെച്ചേക്കുന്നത്. സെയിം വേ ട്രീ ഫേൺസ് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇതുണ്ട്, നമുക്കെല്ലാവർക്കും നന്നായിട്ട് പരിചയമുള്ള ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. അതിന്റെ ബാസ്ക്കറ്റ് നോക്കി എന്ത് ഫുള്ളായിട്ട് ലഷായിട്ട് കിടക്കണമെന്ന്. നല്ല ഭംഗിയില്ലേ. ഈ ഒരു സൈഡിൽ മുഴുവൻ ഫേണിന്റെ വാൾസും ആണ്. ഒരു ഫേൺ വാക്ക്, 2 സൈഡിലും ഫേൺ ആണ് അതിന്റെ ചുറ്റും. again ഇതിലെല്ലാം ഗ്രീൻ ഹൗസ് ആണ്. നമ്മൾ ഗ്രീൻ ഹൗസ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ആ വലിയ ഈന്ത് പോലെ ഇരിക്കുന്നുണ്ടല്ലോ, ഈന്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈന്തും വേറെ കുറെ ട്രോപ്പിക്കൽ ചെടി. വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കാണിച്ചു തരാം. ഈ ഈന്തിൻ്റെ ഒക്കെ ബാക്കിൽ ഇത് കണ്ടോ, നമ്മുടെ ബംബ്ലൂസ് നാരങ്ങയാണ്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പറയുന്നത്. പൊമല്ലോ എന്ന് പറയുന്ന ഫ്രൂട്ടാണ് കേട്ടോ. ഈ ബംബ്ലൂസ് നാരങ്ങയാണ് തലശ്ശേരി മാഹിയിലൊക്കെ പറയുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് എന്താ അതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത്തിരി ചവർപ്പും പുളിയും കൂടിയുള്ള ഒരു ഫ്രൂട്ടാണ്. ചുമന്ന കളറിലിരിക്കും. വലിയ ഒരു മറ്റേ മുസമ്പിയൊക്കെ പോലെ ഇല്ലേ, പക്ഷെ മുസമ്പിയുടെ അല്ല, കളറ് പിങ്കാണ്. ഇതിൽ നിറച്ച് മരങ്ങൾ വലിയ വലിയ ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈറ്റ് ഇൻസുലേഷൻ, അതെൻ്റെ ക്ലോസപ്പ്. ഇതാണ് നമ്മുടെ വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതും രാത്രി പല പല കളറിൽ ഡിസ്പ്ലേ ആവും. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഈ സാധാരണ കാണുന്ന ബിഗോണിയ ഉണ്ട്. അഗൈൻ ഈ ചെടിയുടെയും പൂവിൻ്റെയും സൈസസ് ഡബിൾ ദാൻ വാട്ട് വി സീ യൂഷ്വലി. ഇതേ ഈ നടുക്ക് കാണുന്ന ഇങ്ങനെ വരകളുണ്ടല്ലോ, അതും ഒരു ലൈറ്റ് ഇൻസുലേഷൻ ആണ്. ഇതും പല പല കളറിൽ ലൈറ്റ് അപ്പ് ആവും രാത്രി കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഇതിൻ്റെ വേറെ ടൈപ്പ് ചെടി, അബുറ്റുള്ള എന്ന് പറയും. കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ കമന്ന് നിൽക്കുന്ന ചെമ്പരത്തി പോലെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ, ചെറുത്. അതാണ് ആ ഹാങ്ങിങ് ബാസ്ക്കറ്റിലുള്ള. ദിസ് ഇസ് എ വെരി നൈസ് പ്ലേസ്. നിറച്ച് ഒരു ട്രോപ്പിക്കൽ ഇൻഡോർ ഫീലിംഗ് ആണ്. പിന്നെ അത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഔട്ട് സൈഡിലുള്ള വാട്ടർ ഗാർഡൻ ആയിരുന്നു. ഇപ്പൊ പക്ഷെ അത് മുഴുവൻ അടച്ചിട്ടേക്കാണ്. അതേ കണ്ടോ, ആ പുറത്തേക്ക് കാണുന്നതായിരുന്നു മുഴുവൻ അവരുടെ വാട്ടർ ഗാർഡൻ. അവിടെ മൊറീഷ്യസിലൊക്കെ കാണില്ലേ വലിയ ആൾക്കിരിക്കാൻ പറ്റുന്ന ടൈപ്പ്, അത്രയും വലിയ ഇലയുള്ള അമ്പൽ അതൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം അവർ മുഴുവൻ നിർത്തി വെച്ചേക്കാണ്. ഇനി നമുക്ക് ഓർക്കിഡിന്റെ സൈഡിൽ പോവാം. അഗൈൻ ഇത് ഞാൻ ഫാസ്റ്റ് അടിച്ച് പോവുകയാണ്, ബിക്കോസ് അത്രയ്ക്ക് ഓർക്കിഡ് ഉണ്ട്. എല്ലാം നല്ല പൂത്ത് വെക്കുന്നുണ്ട്. അഗൈൻ അമ്മയ്ക്ക് അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളർന്ന അതേ സാധനമാണ്. അമ്മയുടെ പലതും ഉണ്ട് ഇതെല്ലാം. പക്ഷേ അഗൈൻ പൂവിൻ്റെ സൈസ് ഇസ് ഹ്യൂജ് കമ്പയർഡ് ടു വാട്ട് വി നോർമലി സീ. അപ്പം ഇവരെന്ത് വളമായിടുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാരണം എല്ലാം അമ്മ പോയിട്ട് ഇതിൽ ചെക്ക് ലിസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് നടക്കായിരുന്നു. പക്ഷെ എന്നാലും ഇറ്റ്സ് എ നൈസ് കളക്ഷൻ. ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ഇത്രയും ഓർക്കിഡ് ഒന്നിച്ച് പൂത്ത് വെക്കുന്നത് സാധാരണ കാണാൻ പറ്റില്ല നമുക്ക് കേട്ടോ. അത് കുറേ റെയർ ടൈപ്പ് ഓർക്കിഡും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ് ഒരു ഓവറോൾ അവരുടെ ഓർക്കിഡ് ഗ്രീൻ ഹൗസിൻ്റെ വ്യൂ. വേറൊരു കാര്യം ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതിൻ്റെ പുറത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ കുറേ ചെടിയൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ലോട്ട് ഓഫ് ഇൻഡോർ പ്ലാന്റ്സ്. ഈ കാണുന്ന ഓർക്കിഡിൽ പലതും അവിടെ ഉണ്ടാവലുണ്ട് യൂഷ്വലി. ഇത്തവണ ഞാൻ ആക്ച്വലി എനിക്കൊരു സ്കിൻഡാപ്സിസ് എക്സോട്ടിക്ക എന്ന് പറഞ്ഞ ഒരു ഇൻഡോർ പ്ലാന്റ്, സിൽവർ സാറ്റിൻ പോത്തോസ് ഇല്ലേ, അതിന്റെ വേറെ വേർഷനാണ്. അത് ഞാൻ വാങ്ങിച്ചു. ഇവിടെ ഒരു റോക്ക് ഗാർഡൻ ഉണ്ട് ഈ ഓർക്കിഡ് ഗാർഡന് തൊട്ടടുത്ത് തന്നെ. ഡെസേർട്ട് ടൈപ്പ് പ്ലാന്റ്സ് ആണ്, നിറച്ച് സക്കുലൻസ്. നമ്മൾ കാണാത്ത വെറൈറ്റി കുറെ സക്കുലൻസും കുറെ സ്നേക്ക് പ്ലാന്റ്, പിന്നെ കാക്ടസ് ഒക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി കാണാത്ത കുറെ ടൈപ്പ്, അലോന്റെ തന്നെ കുറെ വേർഷൻസ്, ആ ഒരു ഫാമിലിപ്പെട്ട പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനിലേക്ക് പോവാണ്. ഇവിടെ ഒരു മെയിൻ ഫൗണ്ടൻ ഗാർഡൻ എന്ന് പറഞ്ഞ് 4 ഏക്കറോളം ഉള്ള ഒരു ഫൗണ്ടൻസിന്റെ നെറ്റ്വർക്ക് ഉണ്ട്. ആ ഫൗണ്ടൻസ് പല പല ഷേപ്പിലാണ്, പല പല ഇന്റൻസിറ്റിയാണ് അതിലത്തെ വെള്ളത്തിന്. നമ്മൾ വൃന്ദാവൻ ഗാർഡൻസ് കാണുന്ന പോലെ ഒരു ഫൗണ്ടന്റെ ഷോ ഉണ്ട് ഇവിടെ എവറി 2 hours. പിന്നെ ലൈറ്റ്സും ഉണ്ട് ഈ ഫൗണ്ടന്റെ കൂടെ. ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആണ്. ഒരു ഐ തിങ്ക് ഇറ്റ് ലാസ്റ്റ് അബൌട്ട് 25 to 30 minutes. നല്ല ഒരു ഷോ ആണ്. ക്ലാസിക്കൽ മ്യൂസിക്കിനനുസരിച്ചിട്ട് വെള്ളം ഷൂട്ട് ചെയ്യും ഫൗണ്ടൻസ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മസ്റ്റ് സീ ഇഫ് യു ആർ ഹിയർ. നിങ്ങൾക്ക് ഇതിൻ്റെ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല ബാക്ക്ഗ്രൗണ്ടിൽ.
നമ്മൾ കുറച്ചുകൂടി ക്ലോസപ്പ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ ഷോ തീരാറായി, അതാണ് മ്യൂസിക് കുറഞ്ഞത്. ദേ ഫിനിഷ് ഓഫ് വിത്ത് എ ഫ്യൂ ബിഗ് ബാങ്സ് ആസ് യു ക്യാൻ സീ. നിങ്ങൾക്ക് ഏതായാലും എൻ്റെ വോയിസ് ഓവറിന് മനസ്സിലായിട്ടുണ്ടാവും, ഒച്ചാസ് ഡിഫറെൻറ്റ്, ഐ സൗണ്ട് ഡിഫറെൻറ്റ്. ഒച്ച എപ്പോഴും ഫുൾ പിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഞങ്ങളുടെ ഈ ഒരു ലോങ്വുഡ് ഗാർഡൻസിൻ്റെ ടൂറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.